CPM-ന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച ധർണ നടത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ അറിയിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ 2013 നവംബർ 13 കരട് വിജ്ഞാപനം പിൻവലിക്കുക, അശാസ്ത്രീയമായി തയ്യാറാക്കിയ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് തള്ളിക്കളയുക, കൃഷി, തോട്ടം, ജനവാസ മേഖലകൾ ഒഴിവാക്കി ജില്ലയിലെ ESA വിസ്തൃതി 19,309.17 ചതുരശ്ര കിലോമീറ്ററായി കുറച്ച് കഡസ്ട്രൽ മാപ്പ് ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാർ നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുക, ഭൂവിഷയങ്ങളിൽ UDF MPമാരുടെ നിസ്സംഗത അവസാനിപ്പിക്കുക, വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള UDF സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തുന്നത്. സുഹൃത്തുക്കളെ, CPIM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ അടുത്ത നാളിൽ പുറപ്പെടുവിച്ച ESAയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ നെടുങ്കണ്ടത്തെ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ആയിരക്കണക്കിന് കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും പങ്കെടുക്കുന്ന ധർണയും പ്രതിഷേധ സമ്മേളനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന്, 2013 നവംബർ 13 അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തുടർന്ന് വിജ്ഞാപനം ചെയ്ത കരട് റിപ്പോർട്ട് പിൻവലിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ഗവൺമെൻറ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കിയ അശാസ്ത്രീയമായ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ജില്ലയിലെ കാർഷിക തോട്ടം മേഖലകളെയും ജനവാസ കേന്ദ്രങ്ങളെയും ESAയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ESAയുടെ വിസ്തൃതി 1939.17 ചതുരശ്ര കിലോമീറ്ററായി കുറച്ച് കഡസ്ട്രൽ മാപ്പ് ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാർ നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ ഇത് സംബന്ധിച്ച് നടപ്പിലാക്കണമെന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, കേരളത്തിൽ നിന്നുള്ള ഒരു BJP MPയും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്, 18 UDF MPമാരും കേരളത്തെ പൊതുവിലും ഇടുക്കി ജില്ലയെ പ്രത്യേകിച്ചും പൊളിച്ചെടുക്കാൻ പോകുന്ന ഈ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന കാര്യത്തിൽ തികഞ്ഞ നിസ്സംഗതയും നിരുത്തരവാദിത്വമാണ് പുറപ്പെടുവിക്കുന്നത്. അത് അവസാനിപ്പിക്കണമെന്നാണ് അടുത്ത കാര്യം. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന വനം ഡിപ്പാർട്ട്മെൻറ്റും വനം മന്ത്രാലയവും കൂടി ചേർന്നുകൊണ്ട് വന്യമൃഗശല്യമില്ലാത്ത പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്ന് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇടുക്കി ജില്ലയുടെ വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനാണ്. അത് കാർഷിക മേഖലയും തോട്ടം മേഖലയും ജനവാസ കേന്ദ്രങ്ങളിലും. ഇപ്പോൾ ഉദാഹരണം, നെടുങ്കണ്ടം പഞ്ചായത്തിൽ വന്യമൃഗശല്യം ഇല്ല, പാമ്പാടമ്പാറ പഞ്ചായത്തിൽ വന്യമൃഗശല്യം ഇല്ല, കരുണാപുരം പഞ്ചായത്തിൽ വന്യമൃഗശല്യം ഇല്ല. ഇപ്പോൾ 2-3 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇതേപോലെയുള്ള പ്രദേശങ്ങൾ വന്യമൃഗശല്യമുള്ള പഞ്ചായത്താണെന്ന് അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കേരളത്തിലെ വനം വകുപ്പ് നൽകിയിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ,
വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്ന് വരുത്തി തീർത്ത് അവിടുത്തെ ജനവാസം അവസാനിപ്പിക്കാനും അതുവഴി വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ ഓഗസ്റ്റ് 14 രാവിലെ 10 മുതൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം. ഇതൊരു സൂചന സമരമാണ്. ഇതിപ്പോൾ ജില്ലയിൽ ഒരു കേന്ദ്രമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ തോട്ടം കാർഷിക ജനവാസ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ 2014 സമാനമായ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ധർണാസമരം മുൻമന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും. ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള കരട് വിജ്ഞാപന പ്രകാരം ESA നിശ്ചയിച്ചാൽ ജില്ലയിലെ 4ൽ 3 ഭാഗവും വനപ്രദേശമായി മാറുകയും ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരികയും ചെയ്യുമെന്നും അതിനാൽ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഈ ധർമ്മസമരത്തിലും തുടർ പ്രക്ഷോഭങ്ങളിലും കർഷകരും തൊഴിലാളികളും ഇതര ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്നും PN വിജയൻ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.